ചേച്ചി ഇവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ ചേച്ചിക്ക് ചെയ്യാൻ ഏറെ ഉണ്ടല്ലോ. അതായത് വീടിന്റെ അപ്പുറത്തെങ്ങാണ്ട് നിൽക്കുന്ന ഇല കൊഴിഞ്ഞ മരത്തില് കൊഴിയാതെ നിൽക്കുന്ന ആ ഒരില പിച്ചി കൊഴിച്ച് ആനന്ദം കണ്ടെത്തി. രാവിലെ കാലങ്ങളിൽ അരി കുത്തി പറക്കുന്ന ഒരു കോഴിയെ പോലെ ഒരു പാത്രത്തില് അമ്മുമ്മയങ്ങ് നാട്ടീന്ന് കൊടുത്തുവിട്ട കുടുംബസ്വത്തായിട്ടുള്ള കപ്പലിന്റെ വർക്ക് തിന്നു. അല്പസമയം വഴിയിലൂടെ പോകുന്ന പട്ടിക്കുട്ടികളെയും അവരുടെ ഓണർമാരെയും വായി നോക്കി കഴിഞ്ഞാൽ പിന്നെ ഏതാണ്ട് അടുത്ത ഫുഡിനുള്ള ടൈം ആയിട്ടുണ്ട്. എടാ, ഇവിടെ വന്നൊരു പരിഷ്കാരിയായി സ്മൂതിയും പീച്ചും മാത്രം കഴിച്ച് നടക്കണം എന്ന് വിചാരിച്ച ഞാൻ ഇവിടെ വന്നിപ്പോ ഒന്നല്ല രണ്ടല്ല ഇനി 3 നേരം വേണേലും കഴിക്കാൻ റെഡി ആയിട്ടുള്ളത് അത് ഈ ചോറ് തന്നെയാണ്. ഞാൻ കുറച്ച് ചോറ് അങ്ങോട്ട് ഉണ്ടാക്കി ഇപ്പൊ വരാമേ. നാഴിക്ക് 40 തൊട്ടു. ആ ഫ്രിഡ്ജ് ഒന്നും തുറന്നില്ലെന്നുണ്ടെങ്കിൽ ഒരു സമാധാനമില്ല. വീട്ടിൽ കാണിക്കുന്ന അതേ സ്വഭാവം. അല്ല, ഇപ്പൊ തുറന്നത് വേറൊന്നിനും വേണ്ടിയില്ല, ഇതൊന്നും എടുക്കാനാണ്. എടാ, അപ്പൊ നമ്മൾ പറഞ്ഞു തന്നത് ഞാൻ കുറച്ച് ചോറ് ഉണ്ടാക്കി നാട്ടിൽ നിന്ന് കൊടുത്തുവിട്ട ഈ ഒരു കൊഞ്ചച്ചാറും കൂടി എത്ര നേരം വേണേലും ഞാനിപ്പോ ചോറ് കഴിച്ചോളൂ. ആ അച്ചാർ ഞാൻ കുഴിച്ചു അങ്ങ് അറ്റം വരെ എത്തിച്ചിട്ട് അതിന്റെ അന്ത്യം ഞാൻ ഈ അടുത്ത് തന്നെ കാണുന്നു. അതങ്ങനെ കോരിയിടങ്ങ് നിന്നുവല്ലേ. അങ്ങനെ ഇതൂടെ കഴിച്ചു കഴിയുമ്പോഴേക്കും ഏകദേശം രാത്രിയാവാറാണ് പതിവ്. എടാ, അപ്പൊ തൽക്കാലം ഇതൊക്കെ തന്നെയാണ് ചേച്ചിയുടെ പണി. അതിന്റെ ഇടയ്ക്കൂടെ ഞാൻ ആലോചിക്കുന്നത് ഈ അച്ചാർ തുറന്നു വേണ്ടി എന്ത് ചെയ്യുന്ന